നമസ്കാരം. കേരളത്തിൽ ഭരണ തുടർച്ചയെന്ന LDF മോഹങ്ങൾക്ക് തടയിടാൻ ആക്ഷൻ പാക്ട് തന്ത്രങ്ങളുമായി തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലു. സുൽത്താൻ ബത്തേരിയിൽ നടന്ന KPCC നേതൃക്യാമ്പിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFന് 90 മുതൽ 100 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന ശുഭസൂചന നൽകുന്ന സർവേ റിപ്പോർട്ടും ആക്ഷൻ പ്ലാനും കനകോലു അവതരിപ്പിച്ചു. പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള പ്രചാരണ തന്ത്രങ്ങളാണ് ആസൂത്രണം ചെയ്യുന്നത്. സർക്കാരിനെതിരായ പ്രധാന ടാഗ്ലൈനായി കടക്കപ്പുറത്ത് എന്ന വാചകം പരിഗണനയിലുണ്ട്. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും സുനിൽ കനകോലുവിന്റെ നേതൃത്വത്തിലുള്ള ഇൻക്ലൂസീവ് മൈൻഡ്സ് ടീം നടത്തിയ അതീവ രഹസ്യ സർവേയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. UDFന് 85 സീറ്റുകളിൽ നിലവിൽ വ്യക്തമായ വിജയസാധ്യതയുണ്ടെന്നും ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഇത് 100 കടക്കാമെന്നും അദ്ദേഹം നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി. സർവകലാശാല വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഉപയോഗിച്ച് വോട്ടർമാരുടെ പ്രായം, ലിംഗഭേദം, പ്രാദേശിക പ്രശ്നങ്ങൾ എന്നിവ വിശകലനം ചെയ്താണ് ഡാറ്റ അനലിറ്റിക്സ് തയ്യാറാക്കിയത്. തിരുവനന്തപുരത്ത് അത്യാധുനിക സൗകര്യങ്ങളുള്ള വാർ റൂം സ്ഥാപിച്ച് താഴെ തട്ടിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ നിരീക്ഷിക്കും. യുവാക്കളെയും അരാഷ്ട്രീയവാദികളെയും സ്വാധീനിക്കാൻ പ്രത്യേക സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ സജ്ജമാക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിപ്ലവകരമായ മാറ്റം. കനകോലുവിന്റെ റിപ്പോർട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമാകും. ജനപ്രീതി കുറഞ്ഞ MLA-മാർക്ക് പകരം യുവാക്കൾക്കും വനിതകൾക്കും മുൻഗണന നൽകണം. മുൻപ് കോൺഗ്രസ് കോട്ടകളായിരുന്നതും എന്നാൽ നഷ്ടപ്പെട്ടതുമായ മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകും. ഫെബ്രുവരിയിൽ VD സതീശൻ നയിക്കുന്ന കേരള യാത്രയ്ക്ക് മുൻപായി സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കും. യാത്രക്കിടയിൽ തന്നെ സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് പദ്ധതിയെന്നും സൂചനയുണ്ട്. ജനുവരി 19-ന് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന മെഗാ പഞ്ചായത്ത് സംഗമം നടക്കും. കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിലെ കേന്ദ്ര ഇടപെടലിനെതിരെ രാപ്പകൽ സമരം, AI ക്യാമറ അഴിമതിയുമായി ബന്ധപ്പെട്ട ഭവന സന്ദർശനം, ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിലെ തുടർച്ചയായ സമരങ്ങൾ എന്നിവയിലൂടെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് UDF തീരുമാനം. കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിനെ അധികാരത്തിലെത്തിയ അതേ തന്ത്രങ്ങളുമായി കനകോലു എത്തുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് UDF പ്രതീക്ഷിക്കുന്നത്. 2022-ലാണ് കനകോലു കോൺഗ്രസിൽ ചേർന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ആസൂത്രണം ചെയ്യുന്നതിലും വിജയിപ്പിക്കുന്നതിലും കനകോലു വലിയ പങ്ക് വഹിച്ചു. AICCയുടെ ഡിസൈൻ ആൻഡ് ക്യാമ്പയിൻ വിഭാഗത്തിന്റെ ചുമതലയും അദ്ദേഹത്തിനുണ്ട്. കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചതിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ ഇദ്ദേഹമാണ്. കർണാടകയിലെ PCM ക്യാമ്പയിൻ ഇദ്ദേഹത്തിന്റെ ബുദ്ധിയായിരുന്നു. തമിഴ്നാട്ടിൽ MK സ്റ്റാലിന്റെ നമുക്ക് നാമേ ക്യാമ്പയിന് പിന്നിലും കനകോലു പ്രവർത്തിച്ചിട്ടുണ്ട്. പരസ്യങ്ങളിൽ നിന്നും വാർത്താ മാധ്യമങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത്. ഇൻക്ലൂസീവ് മൈൻഡ്സ് എന്ന ഏജൻസി വഴിയാണ് അദ്ദേഹം സർവേകളും ഡാറ്റ വിശകലനങ്ങളും നടത്തുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ അധികാരത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം മുതൽ സോഷ്യൽ മീഡിയ പ്രചാരണം വരെ ശാസ്ത്രീയമായ രീതിയിൽ അദ്ദേഹം നിയന്ത്രിക്കുന്നു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് പിന്നാലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ കോൺഗ്രസ് ദ്രുതഗതിയിലാക്കുകയാണ്. ഭൂരിഭാഗം സിറ്റിംഗ് MLA-മാരും വീണ്ടും മത്സര രംഗത്തുണ്ടാകുമെങ്കിലും ചില പ്രധാന മണ്ഡലങ്ങളിൽ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം തന്നെ പ്രഖ്യാപിക്കും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ കരുത്തരെ രംഗത്തിറക്കി മണ്ഡലങ്ങളിൽ സജീവമാക്കാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലു ക്യാമ്പിൽ നേരിട്ടെത്തി നേതാക്കളുമായി സംവദിച്ചു. ഓരോ മണ്ഡലത്തിലെയും തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലങ്ങളും നിയമസഭാ സാധ്യതകളും വിശകലനം ചെയ്ത് 3 മേഖലകളായി തിരിച്ചുള്ള ചർച്ചകളാണ് നടന്നത്.